മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം. നമ്മുടെ കേരളം ആപ്പ് വഴി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിലേക്ക് പരാതി നൽകേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കേരളം ആപ്പ് തുറക്കുക. സേവനങ്ങൾ എന്ന ബട്ടൺ അമർത്തുക. പരാതികൾ എന്ന പേജ് തുറക്കുക. ഇവിടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനം എന്ന ഭാഗം കാണാം. പരാതി നൽകാനുള്ള ഫോം തുറക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോം തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ഭാഗങ്ങൾ പരാതിക്കാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ടാബുകളാണ്. ഇതിൽ കുറേ ടാബുകൾ നിലവിൽ പൂരിപ്പിച്ച നിലയിലായിരിക്കും വന്നിട്ടുണ്ടാകുക. ഉദാഹരണത്തിന് പേര്, ഇമെയിൽ വിലാസം, മൊബൈൽ നമ്പർ മുതലായവ. മറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക. ആദ്യമായി നിങ്ങളുടെ ജെൻഡർ അഥവാ ലിംഗം ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ താലൂക്ക് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വില്ലേജ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീട്ട് നമ്പർ അല്ലെങ്കിൽ വീട്ടുപേര് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രാദേശിക സ്ഥലം അഥവാ ലോക്കൽ പ്ലേസ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രധാന സ്ഥലം അഥവാ മെയിൻ പ്ലേസ് രേഖപ്പെടുത്തുക. ഇത്രയുമാണ് പരാതിക്കാരന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഭാഗങ്ങൾ. ഇനി പരാതിയെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ടാബുകളാണ്. വിവരണം എന്ന ഭാഗത്ത് പരാതി കൃത്യമായി രേഖപ്പെടുത്തുക. ശ്രദ്ധിക്കുക, പരാതിക്ക് കാരണമായ സംഭവം നടന്ന സ്ഥലം അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയം നടക്കുന്ന സ്ഥലം മുകളിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ വിലാസത്തിൽ നിന്നും വ്യത്യസ്തമാണ് എങ്കിൽ പരാതിയിൽ അക്കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഉദാഹരണത്തിന്, നിങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്നുമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ് കൊല്ലം ജില്ലയിൽ നിന്നും ആയിരിക്കും. പരാതി സ്ഥലം തിരുവനന്തപുരമാണെങ്കിൽ പരാതി സ്ഥലം ഇവിടെ വിവരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പരാതിയുമായി ബന്ധപ്പെട്ട രേഖകളോ ചിത്രങ്ങളോ ചേർക്കാനുണ്ടെങ്കിൽ ഇവിടെ ചേർക്കുക. ശ്രദ്ധിക്കുക, JPG അല്ലെങ്കിൽ PDF എന്നിവയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫയലാണ് ഇവിടെ ചേർക്കാൻ സാധിക്കുന്നത്. സബ്മിറ്റ് എന്നും റീസെറ്റ് എന്നും 2 ബട്ടണുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ വരുത്തണമെങ്കിൽ റീസെറ്റ് ബട്ടൺ അമർത്തുക. പരാതി അയക്കാൻ സബ്മിറ്റ് ബട്ടൺ അമർത്തുക. സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ സ്ഥിരീകരണത്തിനായി ഒരു പോപ്പ് വിൻഡോ മെസ്സേജ് സ്ക്രീനിൽ തെളിയും. പരാതി സമർപ്പിക്കൽ സ്ഥിരീകരിക്കാൻ ഇവിടെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ തൊടുക. വേണ്ടെങ്കിൽ ക്യാൻസൽ ബട്ടൺ അമർത്തുക. സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ പരാതി രജിസ്റ്റർ ചെയ്തു എന്ന മറുപടി സന്ദേശം സ്ക്രീനിൽ കാണാം. ഒപ്പം പരാതി നമ്പറും നൽകിയിരിക്കും. ഓക്കെ ബട്ടൺ അമർത്തുക. പരാതികൾ എന്ന പേജിലെ എൻ്റെ പരാതികൾ എന്ന ഭാഗം പരിശോധിച്ചാൽ നമ്മൾ മുൻപ് നൽകിയ പരാതികളുടെ വിവരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. പരാതികളുടെ നിലവിലെ സ്ഥിതി അറിയുവാൻ ബന്ധപ്പെട്ട പരാതിയുടെ അപേക്ഷ നില എന്ന ഭാഗം അമർത്തുക. ഇപ്പോൾ ബന്ധപ്പെട്ട പരാതിയുടെ നമ്പർ ഉൾപ്പെട്ട ഒരു പേജ് തുറന്നത് കാണാം. പരാതിയുടെ നില അഥവാ ഗെറ്റ് സ്റ്റാറ്റസ് എന്ന ബട്ടൺ അമർത്തിയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. പരാതിയുടെ ഇനം, പരാതി നൽകിയ തീയതി, ബന്ധപ്പെട്ട വകുപ്പ്, പരാതിയുടെ ഇപ്പോഴത്തെ നില, പരാതിയുടെ ചരിത്രം മുതലായ വിവരങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കാം.